بسم الله الرحمن الرحيم ബിസ്മിയിൽ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുള്ള ബിസ്മിക്ക് ശേഷം ഫാത്തിഹ സൂറത്തിന്റെ 3-ാമത്തെ ആയത്തിൽ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അർ-റഹ്മാനിർ റഹീം, അത് ബിസ്മിയിലുമുണ്ട്. ഫാത്തിഹയുടെ 3-ാമത്തെ ആയത്തായി വീണ്ടും അല്ലാഹു അത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ രണ്ട് നാമങ്ങൾ, ഈ രണ്ട് സിഫത്തുകൾ, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ, അല്ലാഹുവിൻ്റെ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് നാമങ്ങൾ, ആ നാമങ്ങൾ ഉരുവിടുന്ന ഞാനും നിങ്ങളും ബിസ്മിയും അതുപോലെ ഫാത്തിഹയിലെ 3-ാമത്തെ ആയത്തും ഓതുന്ന സമയത്ത് അർ-റഹ്മാനിർ റഹീം എന്ന് ഓതുന്ന നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്? ഇതാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ രണ്ട് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്, ഗ്രഹിക്കാനുണ്ട്. ഇതങ്ങ് ഓതുമ്പോൾ അർ-റഹ്മാനിർ റഹീം എന്ന് ഓതുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന കാരുണ്യങ്ങളെക്കുറിച്ച്, അവന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ബോധം, ഒരു തിരിച്ചറിവ്, അല്ലാഹു റഹ്മാനായതുകൊണ്ട് അവന്റെ റഹ്മത്തായി എനിക്ക് കിട്ടിയ കാര്യങ്ങൾ അത് മനസ്സിൽ ഉൾക്കൊള്ളുക തന്നെ വേണം. എന്നു മാത്രമല്ല, സാധാരണക്കാരായ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ തിരിച്ചറിയാൻ, അല്ലാഹുവിനെ അറിയാനുള്ള ഏക മാർഗം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ പരിചയപ്പെടാനുള്ള ഏക മാർഗം അവന്റെ റഹ്മത്താണ്, അവന്റെ കരുണയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അവന്റെ റഹ്മത്ത് ഇറക്കി തന്നുകൊണ്ടുള്ള ഇടപെടലുകൾ, ആ റഹ്മത്തുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കി അതിലൂടെ നമ്മുടെ ഉടമസ്ഥനെ തിരിച്ചറിയുകയാണ് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്ന രീതി. അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിലൂടെയല്ലാതെ എങ്ങനെ അല്ലാഹുവിനെ സാധാരണ ബുദ്ധി കൊണ്ട് തിരിച്ചറിയാനാണ്? ഇതുകൊണ്ടുകൂടിയാണ് അല്ലാഹു അവന്റെ മൂലനാമമായ അല്ലാ എന്ന ഇസ്മിനോട് തുടർത്തി ചേർത്ത് അർ-റഹ്മാനിർ റഹീം പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ആരാണ്? അവൻ റഹ്മാനും റഹീമുമാണ്. അല്ലാഹുവിനോട് ചേർത്ത് ആദ്യം തന്നെ ഈ റഹ്മാനും റഹീമും, പിന്നെ റബ്ബുൽ ആലമീൻ പിറകിൽ വരുന്നുണ്ട്. ഫാത്തിഹയില് മാലിക് യൗമിദ്ദീൻ അള്ളാന്റെ പേര് വേറെ വരുന്നുണ്ട്. 99 പേരുകൾ ഇതിന് പുറത്തുണ്ട്. ഇതൊന്നുമില്ലാതെ അല്ലാ എന്ന ഇസ്മുൽ അഅ്ലത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, മൂലനാമത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹു അർ-റഹ്മാനിർ റഹീം എന്ന് പറയാൻ വിവിധ കാരണങ്ങൾ കഴിഞ്ഞയാഴ്ച പറഞ്ഞു. ഒരു കാരണമാണ് ഇത്. അല്ലാഹുവിനെ സാധാരണക്കാർക്ക് ഗ്രഹിക്കാനാകുന്നത്, മനസ്സിലാക്കാനാകുന്നത്, പരിചയപ്പെടാനാകുന്നത് അവന്റെ റഹ്മത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇത് തുടർത്തി പറഞ്ഞതും ആവർത്തിച്ചു പറഞ്ഞതും. നാം നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച, എണ്ണിക്കണക്കാക്കാനാകാത്ത അത്രത്തോളം അല്ലാഹുവിന്റെ റഹ്മത്തുകള്. ഒരു ചലിക്കണമെങ്കിൽ പടച്ച റബ്ബേ, ഒരു വിരലിങ്ങനെ ഇളകണമെങ്കിൽ എത്ര സന്ധി, എത്ര ലക്ഷക്കണക്കിന് കോശങ്ങൾ ചലിക്കണം. അങ്ങനെ ഓരോന്നും ഓരോ അവയവങ്ങളെ വെക്കേണ്ടിടത്ത് അല്ലാഹു വെച്ചു. പണ്ടൊരു യുക്തിവാദി ചോദിച്ചല്ലോ, എന്തിനാ ദൈവം ഈ മുഖത്ത് ഇവിടെ കണ്ണു തന്നത്? അത് വിരൽ തുമ്പിലാണെങ്കിൽ എന്ത് സുഖ,
കാണാൻ പറ്റാണ്ട്, ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാണ്ട് അണ്ടർഗ്രൗണ്ടൊക്കെ കാണാം. ഈ വിരൽ ഇങ്ങനെ തിരിച്ചു കൊണ്ടാൽ എല്ലായിടത്തും കാണാം. ഇത് പറഞ്ഞ ഉടനെ തന്നെ ചക്ക വെട്ടിയപ്പോ ഈ വിരലാണ് തെറിച്ചുപോയി. അപ്പൊ മനസ്സിലായി ഇത് അവിടെയാ അപകടമെന്ന് അല്ലേ. ഓരോ സംഗതികളും നമ്മുടെ ശാരീരിക ഘടന, നമ്മുടെ മനസ്സിന്റെ രീതി, നമ്മുടെ ആന്തരികാവയങ്ങളുടെ അവസ്ഥ, ബാഹ്യ ശരീരത്തിന്റെ ഘടന, എല്ലാത്തിലും പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്വസിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, എല്ലാ നിലക്കും ഇക്കാര്യത്തിൽ നമുക്ക് ബോധം വേണം. അതുകൊണ്ട് അള്ളാഹനെ നമുക്ക് തിരിച്ചറിയാൻ അള്ളാഹിന്റെ റഹ്മത്ത് അത് ആലോചിച്ചാല് ആ പടച്ചവനുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഖവാസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ തിരിയാൻ അവർക്ക് രണ്ട് മാർഗമുണ്ട്. ഖവാസ് എന്ന് പറഞ്ഞാല് അംബിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, പ്രത്യേകക്കാരായ ഗ്രേഡ് കൂടിയ ആളുകൾ ഖവാസുകൾ എന്ന് പറയാം. ഇവർക്ക് അള്ളാഹനെ തിരിയാൻ രണ്ട് മാർഗമുണ്ട്. ഈ മാർഗമുണ്ട്. ഏത് മാർഗം? അള്ളാഹ് ചെയ്തു കൊടുക്കുന്ന റഹ്മത്തുകളിലൂടെ അള്ളാഹനെ തിരിച്ചറിയുന്ന രീതി അല്ലെ. നബിയോട് തന്നെ അള്ളാഹ് പറഞ്ഞല്ലോ, അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞില്ലേ, അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. അങ്ങൊരു അനാഥനായിരുന്നല്ലോ തങ്ങളെ, തീർത്തും അനാഥനായ തങ്ങളെ നാം അഭയം നൽകി സംരക്ഷിച്ചില്ലേ തങ്ങളെ. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളല്ലൻ ഫഹദാ. വഴിതെറ്റി ദിശാബോധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ, ഇരുണ്ട യുഗത്തിൽ, കാട്ടറബികൾക്കിടയിൽ ലക്ഷ്യം കാണാനാകാതെ തപ്പിത്തടയുന്ന അവസ്ഥയിൽ ജീവിച്ച തങ്ങളെ ഫഹദാ, നേർവഴി കാണിച്ചുകൊണ്ട് നയിച്ചില്ലേ തങ്ങളെ നാം, അങ്ങയെ നാം. വവജദക ആയിലൻ ഫഅഗ്നാ. അങ്ങ് പരമദരിദ്രരായിരുന്നല്ലോ തങ്ങളെ. ഫഅഗ്നാ, സാമ്പത്തിക കരുത്ത് അങ്ങേക്ക് നാം തന്നല്ലോ അല്ലേ. അതിനല്ല ഖദീജ ബീവിനെയൊക്കെ കല്യാണം കഴിച്ചതൊക്കെ ചരിത്രം വിശാല. ഇതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹനെ പരിചയപ്പെടുത്താൻ ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. വേറൊരു റൂട്ട് കൂടെയും അള്ളാഹനെ തിരിച്ചു കൊടുക്കും. അതെങ്ങനെ? അള്ളാഹുവിലേക്കുള്ള കവാടങ്ങളൊക്കെ മലർത്തി അങ്ങ് തുറന്നു വെച്ചു കൊടുക്കുക. റബ്ബിലേക്കുള്ള വാതിലൊക്കെ തുറന്നാണ് വെച്ചു കൊടുക്കുക. മുഴുവൻ കണ്ടോട്ടെ അറിഞ്ഞോട്ടെ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ, അള്ളാഹുവിന്റെ അബ്ദിനെ. ഏറ്റവും വലിയ യോഗ്യത കേട്ടോ അള്ളാഹിന്റെ അബ്ദ് എന്നുള്ളത്. നബി തങ്ങളുടെ ഏറ്റവും ഔന്നിത്യത്തിന്റെ രണ്ട് സ്റ്റേജ്, ഒന്ന് ഖുർആൻ കൊടുത്തു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേക കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് ഉയർന്നു നിൽക്കുന്നത്. ഒന്ന് ഖുർആൻ കൊടുത്തു എന്നുള്ളതാണ്. മറ്റേത് അള്ളാഹു ഇസ്രാ മിഅ്റാജ് കൊണ്ടുപോയി, അള്ളാഹിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ രണ്ട് കേസ് പറയുമ്പോഴും അള്ളാഹു അടിവരയിട്ട് പറയുന്ന യോഗ്യത എന്റെ ഹബീബാണ്, സയ്യിദുൽ മുർസലീനാണ്, വലിയൊരു നബിയാണ്, ഭയങ്കര മോചിതത്തുള്ള ആളാണെന്നൊന്നുമല്ല പറയുന്നത്. രണ്ട് ക്വാളിറ്റി. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. അല്ലാഹു അവന്റെ അടിമക്ക് കിതാബ് കൊടുത്തു. ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? അള്ളാന്റെ അടിമയായിട്ട് നിന്നു കൊടുത്തു എന്നുള്ളതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. ആ രണ്ടാമത്തെ ഗ്രേഡ് സ്ഥാനം കൊടുത്തോടത്തും അള്ളാഹ് പറഞ്ഞത് അള്ളാന്റെ ദാസൻ എന്നാണ്. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. അങ്ങനെ അള്ളാഹ്, ശരിയാണ്, അള്ളാന്റെ അബ്ദാകുക എന്നുള്ളതാ വലിയ പ്രയാസം.
എല്ലാം അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട് സമ്പൂർണമായിട്ടാണ് നിന്നൊടുക്കുക. ഇതാണ് അബ്ദ്. ഇതിനാർക്കാ പറ്റും? സാധാരണ മുസ്ലിമിന് പറ്റുമോ? ഇഷ്ടാനിഷ്ടങ്ങളെ ത്യജിച്ചുകൊണ്ട്, കാഴ്ചപ്പാടുകളെ അള്ളാഹുവിന് വേണ്ടിയാക്കിക്കൊണ്ട്, ജീവിത ലക്ഷ്യം സമ്പൂർണമായി അള്ളാഹുവിനാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഉബൂദിയത്ത്, അതിൽ 100 മാർക്ക് വാങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹ് അത് വലിയൊരു സംഭവമാക്കി എടുത്തു പറഞ്ഞു. ഈ അബ്ദിനെ അള്ളാഹുവിന്റെ സമക്ഷത്തിങ്കലേക്ക്, അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. സൂറത്ത് നജ്മിൽ കാണാലോ. ഫഔഹാ ഇലാ അബ്ദിഹി, അവിടെയും പറഞ്ഞ അങ്ങനെയാണ്. അള്ളാന്റെ ദാസനാണ്ട് സന്ദേശം കൊടുത്തു. എന്ത് ആഖിറത്തിന്റെ കാര്യമല്ല, ആകാശ ലോകത്തുള്ള കേസല്ല, സ്വത്ത് ഒരുക്കുന്ന ഫറായിദ് മസ്അലല്ല, നിസ്കാരത്തിന്റെ ശർത്തും ഫർളും അല്ല, സ്ത്രീ ഇസ്ലാമിൽ പറഞ്ഞ വിഷയമല്ല. എന്താ കൊടുത്തത്? ഫഔഹാ ഇലാ അബ്ദിഹി, ഉടയ തമ്പുരാൻ സന്ദേശം നൽകി, വഹ്യ് കൊടുത്തു തന്റെ ദാസനിലേക്ക്, യഥാർത്ഥ അബ്ദിലേക്ക്. മാ ഔഹാ, കൊടുക്കേണ്ടതൊക്കെ അങ്ങോട്ട് കൊടുത്തു, വാതിൽ തുറന്നാണ് വെച്ചു കൊടുത്തു. അതുകൊണ്ടല്ല ആരിഫീങ്ങൾ പറഞ്ഞത് അള്ളാന്റെ സത്തയിലേക്ക് പോലും നബി തങ്ങൾക്ക് നോക്കി നിൽക്കാനായി എന്ന്. അപ്പൊ ഈ വിധത്തിൽ ആരിഫീങ്ങൾക്ക് അള്ളാഹു വാതിലാണ് തുറന്നിട്ട് കൊടുക്കും. അങ്ങനെ അള്ളാൻ അവർ തിരിയും. ഇത് നമുക്ക് തിരിയില്ല. നമുക്ക് തിരിയാനുള്ള ഏക മാർഗം എന്താണ്? അള്ളാന്റെ റഹ്മത്തുകൾ, ഈ ലോകത്തുള്ള റഹ്മത്ത്, നമ്മിലുള്ള റഹ്മത്ത്, പ്രകൃതിയിലുള്ള റഹ്മത്ത് എന്ന് മാത്രല്ല അർ-റഹ്മാനിർ റഹീം എന്ന് ഓതുന്ന ഞാനും നിങ്ങളും ആലോചിക്കാനുള്ളത്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യമാണ് ഈ 2 പേരുകൾ. മനസ്സിലായില്ല? ഈ പ്രപഞ്ചത്തിന്റെ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സൃഷ്ടിപ്പിന്റെ, പടപ്പിന്റെ പിന്നിലുള്ള രഹസ്യമാണ് ഈ 2 പേര്. എന്ന് വെച്ചാൽ റഹ്മാനും റഹീമും എന്ന പേരുകൾ ഉണ്ടായതുകൊണ്ടാണ് അള്ളാഹു ദുനിയാവും ആഖിറവും പടച്ചത്. മനസ്സിലായില്ലേ? റഹ്മാൻ എന്ന വാക്കിന് അർത്ഥം എന്താ? നമ്മൾ പറഞ്ഞല്ലോ, ദുനിയാവിൽ കരുണ ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞാല് ആഖിറത്തിൽ കരുണ ചെയ്യുന്നവൻ. റഹ്മാൻ ആകണമെങ്കിൽ ചുമ്മാ റഹ്മാനാ. ഒരാള് പുതിയാപ്പിള ചുമ്മാ പുതിയാപ്പിളയാകുവോ? ഒരു പെണ്ണ് പുതിയ പെണ്ണാകുവോ? ഭാര്യ ആകുവോ ഭർത്താവില്ലാതെ? ഇതുപോലെ അള്ളാഹു റഹ്മാനാകണമെങ്കിൽ കുറെ കരുണ പടക്കണം. ആ കരുണ സ്വീകരിക്കാനുള്ള പടപ്പുകളെ പടക്കണം. അപ്പൊ എന്ത് അനിവാര്യമായി? അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന പേര് ഉള്ള കാരണത്താൽ എന്ത് അനിവാര്യായി? ഈ ദുനിയാവ് പടക്കൽ അള്ളാഹുവിന്റെ മേൽ അനിവാര്യായി. അനിവാര്യായി എന്ന് പറഞ്ഞാൽ ഈ പേരിന് വാജിബായി, പേരിന് ലറൂറിയായി, നിർബന്ധമായി ദുനിയാവ് പടക്കല്. റഹീം എന്ന പേര് പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ. അവ പരലോകം പടക്കേണ്ടി വന്നു. അവിടെ ഗുണത്തിന്റെ ഉപഭോക്താക്കളായി സത്യവിശ്വാസികളെ സൃഷ്ടിക്കേണ്ടി വന്നു, സംവിധാനിക്കേണ്ടി വന്നു. അതേ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള രഹസ്യമാണ് അർ-റഹ്മാനിർ റഹീം എന്ന് മാത്രമല്ല, അല്ലാഹു എല്ലാ മനുഷ്യർക്കും, എല്ലാ അടിമകൾക്കും നൽകുന്നതൊക്കെയും അവന്റെ റഹ്മത്ത് കൊണ്ട് തന്നെ. അല്ലാഹു ഈ ഭൂമിയിൽ ഇത്ര കാലം ജീവിച്ച മനുഷ്യർ, ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അടിമകൾ, ഇനി വരാനിരിക്കുന്ന അവന്റെ ദാസന്മാർ, അവർക്ക് എന്തൊക്കെ കൊടുത്തുവോ ആ കൊടുത്തതൊക്കെയും അവന്റെ റഹ്മത്ത് മാനദണ്ഡമാക്കിയാണ്. ദുനിയാവിൽ ഒരു നിബന്ധനയും ഒരു മാനദണ്ഡവും ഒരു ഉപാധിയുമില്ലാതെ മുസ്ലിമെന്നോ കാഫിറെന്നോ നല്ലവനെന്നോ തെമ്മാടിയെന്നോ ഒന്നും പരിഗണിക്കാതെ ഈ ദുനിയാവിൽ ഭൗതിക ലോകത്ത് കൊടുക്കലാണ് റഹ്മാനിയത്ത്. റഹ്മാനിയത്ത്, അല്ലാഹ് റഹ്മാനാണ് എന്ന് പറഞ്ഞാൽ
യാതൊരു ഷർത്തുമില്ലാതെ, യാതൊരു ഉപാധിയുമില്ലാതെ, ഒരു നിബന്ധനയുമില്ലാതെ, ഇസ്ലാം നിബന്ധനാക്കാതെ, സ്വാലിഹായ കർമ്മങ്ങൾ പരിഗണിക്കാതെ ഈ ലോകത്ത് വേണ്ട അനുഗ്രഹങ്ങൾ ചൊരിച്ചു കൊടുക്കുക. ഇതാണ് റഹ്മാനിയത്ത്. നരേന്ദ്രമോദിക്കും ശശികല ടീച്ചർക്കും നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും അള്ളാഹ്ക്ക് പെൺമക്കളും മകനും മക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ യഹൂദ നസാറാക്കൾക്കും അള്ളാഹു ഈ ലോകത്ത് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു, കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നു, ശ്വസിക്കാൻ വായു കൊടുക്കുന്നു, കിടക്കാൻ മണ്ണ് കൊടുക്കുന്നു. എന്തുകൊണ്ട്? അള്ളാഹു റഹ്മാനാണ്. ഒരു ഏറ്റ വ്യത്യാസം ഉണ്ടാവില്ല ഇതിൽ. പിന്നെ ഏറ്റ വ്യത്യാസം ഉണ്ടാകുക ആർക്കാണ്? കാഫിറിന് കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കും. ഇത് പരീക്ഷണത്തിന്റെ ലോകം കൂടിയാണ്. ചില ആൾക്കാർ പറയാലോ, ഞാൻ ഇങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ടും പഠിച്ചോനെ, എന്താ അത് പഠിച്ചോൻ തിരിഞ്ഞു നോക്കാത്ത? അങ്ങനെ നിസ്കാരം നിർത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. പനി വന്നു, എന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, എന്നിട്ട് ഇങ്ങനെ റിലീസായി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കച്ചറ സെറ്റിൽ ഇങ്ങനെ കൂടി ഇരിക്കുന്നൊരു ചെക്കൻ അല്ലേ. എന്നിട്ട് പിന്നെ പനി കുറച്ചൊന്ന് സുഖമായപ്പോൾ ഈ ടീമിൽ വന്ന് നിസ്കരിക്കാൻ പോയി. പിന്നെ അവൻ അഡ്മിറ്റ് ആയത് ടൈഫോയിഡ് ആയിട്ടാണ്. ആ ടൈഫോയിഡിൽ നിന്ന് റിലീസായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നിട്ട് പറഞ്ഞു, ഇനി എന്നാ പണി കിട്ടൂലായിരുന്നു. എടാ പഹയന്മാരെ, നിങ്ങളൊക്കെ തള്ളിയിട്ടാ പടിഞ്ഞാട്ട് വീടൂല, ഒറ്റ വക്ത് നിസ്കരിക്കല്ല, നിങ്ങൾക്കൊരു സൂക്കേടില്ല. ഞാൻ നിസ്കരിച്ചിട്ട് കണ്ടോ അപ്പൊ എനിക്ക് സൂക്കേട്. റഹ്മാൻ എന്താന്ന് തിരിഞ്ഞില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടു, എന്നിട്ടും ആ പിഴച്ചവനാണല്ലോ പഠിച്ചവനെ നീ കൊടുക്കണത്, വാരി കോരി കൊടുക്കുന്നത്. എന്നെ നീ തിരിഞ്ഞു നോക്കുന്നില്ലേ? എന്താണ് ഈ ചോദ്യം വരാൻ കാരണം? റഹ്മാൻ എന്ന പേര് ഓതിയിട്ടുണ്ട്, ബിസ്മിയിൽ ഓതിയിട്ടുണ്ട്, ഫാത്തിഹയിൽ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താന്ന് മനസ്സിലായില്ല. ഇതാണ് പ്രശ്നം. റഹ്മാനിയത്ത് ഒരു നിബന്ധനയുമില്ല, ഒരു ഷർത്തുമില്ലാതെ ഏത് കൊടും തെമ്മാടിക്കുമുള്ള എഴുത്താണ്, നൽകലാണ് അള്ളാഹുവിന്റെ റഹ്മാനിയത്ത്. സത്യവിശ്വാസികളായ സജ്ജനങ്ങൾക്ക് പരലോകത്ത് സ്പെഷ്യലായി കൊടുക്കുന്ന കൊടുതിയാണ് റഹീമിയത്ത്. അതാണ് റഹീം എന്ന് പറയുന്നത്. സത്യവിശ്വാസികളായ സജ്ജനങ്ങൾക്ക് മരണാനന്തര ലോകത്ത് പ്രത്യേകം നൽകുക, സ്പെഷ്യലായി നൽകുന്നതാണ് റഹീമിയത്ത്. നമുക്കിപ്പോൾ ഇത് രണ്ടും കണക്കൂട്ടി നോക്കുമ്പോൾ പഠിച്ചോനെ വലുത് ഇവിടുത്തെ കൊടുതിയാന്ന് തോന്നും അല്ലേ. ഇവിടെ ജാതി നോക്കൂല, മതം നോക്കൂല, ആദർശം നോക്കൂല, കയ്യിലിരിപ്പ് നോക്കൂല, എന്നിട്ടോ വാരി കോരി കൊടുക്കുകയാണ്, ഒരു പിശുക്കില്ലാതെ കൊടുക്കുകയാണ്. ഇവിടെ ആഖിറത്തില് അത് പിന്നെ എണ്ണപ്പെട്ട ഇച്ചിരി ആളുകൾക്കല്ലേ കൊടുക്കണുള്ളൂ. അവിടുത്തെ കൊടുതി കുറച്ച് എണ്ണവും വണ്ണവും കുറവല്ലേ എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാ അതിനെ കുറിച്ചാണ് സ്പെഷ്യൽ കൊടുതി, പ്രത്യേകമായ കൊടുക്കൽ റഹീമിയത്തിലാണ് പറയുന്നത്, റഹ്മാനിയത്തിലല്ല. രണ്ടും ഗംഭീരമാണ്. അതിഗംഭീരം ഏതാണ്? അതിഗംഭീരം ഏതാണ്? റഹീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കൊതുകിന്റെ ഒരു ചിറകിന്റെ വില അള്ളാഹു ഈ ദുനിയാവിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മാ സഖാ കാഫിറൻ ശുർബത്തമാ, കാഫിറായ മനുഷ്യന്മാർക്ക് ഒരു കവിള് വെള്ളം കുടിക്കാൻ കൊടുക്കൂല അള്ളാഹു. എന്ത് എന്ത് കൊതുകിന്റെ ചിറക് എന്നല്ല പറഞ്ഞത്, ജനാഹ ബഉലത്തിൻ, ജനാഹൈ ബഉലത്തിൻ എന്നല്ല പറഞ്ഞത്. കൊതുകിന് രണ്ട് ചിറകുണ്ട്. രണ്ട് ചിറകുള്ള കൊതുകിന്റെ ഒരു ചിറകിന്റെ വില അള്ളാഹുവിങ്കൽ, മൊത്തം ഈ ദുന്യാവിന് അള്ളാഹുവിങ്കൽ ഉണ്ടായിരുന്നെങ്കിൽ മാ സഖാ കാഫിറൻ ശുർബത്തമാ, ഒരു ഇറക്ക് വെള്ളം ഒരു കാഫിറിന് അള്ളാഹു കുടിപ്പിക്കൂലാന്ന്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്തായാലും അള്ളാഹിന്റെ അടുക്കുള്ള വില അത്രേ ഉള്ളൂ അതിന്. അപ്പൊ അതിഗംഭീരം റഹീമിയത്താണ്. പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ കൊടുക്കൽ, കരുണ ചെയ്യൽ, അതാണ് അതിഗംഭീരം. അത് മനസ്സിലാകാൻ സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസ് നോക്കിയാൽ മനസ്സിലാവും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. ഏതാ മികച്ചു നിൽക്കുന്നത്? രണ്ടും മികച്ചു നിൽക്കുകയാണ്. പക്ഷേ അതിഗംഭീരമായി നിൽക്കുന്നത് ഏതാണ്? അത് പരലോകത്തുള്ള കിട്ടല. നമ്മളൊക്കെ അതിനു വേണ്ടിയല്ലേ ട്രൈ ചെയ്യുന്നത്, അതിനു വേണ്ടിയല്ലേ പരിശ്രമിക്കുന്നത്. ഇന്നലില്ലാഹി മിഅത റഹ്മാ, സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നു, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടുക്കലുണ്ട് മിഅത റഹ്മത്തിൻ, 100 കരുണയുണ്ട്. 100 കരുണ, 100 റഹ്മത്ത്. എന്നിട്ടോ
അൻസല മിൻഹാ റഹ്മതൻ വാഹിദാ ബൈനൽ ഇൻസി വൽ ജിന്നി വത്വൈരി വൽ ബഹായിമി വൽ ഹവാമി. അല്ലാഹുവിന്റെ അടുക്കൽ മൊത്തം 100 റഹ്മത്തുണ്ട്, 100 കരുണകളുണ്ട്. ആ 100 കരുണകളിൽ നിന്ന് ഒരു കരുണയെ അല്ലാഹു ഈ പ്രപഞ്ചത്തിലേക്ക് ഇറക്കി. ആർക്കിടയിലേക്ക്? ബൈനൽ ഇൻസി, ആദം സന്തതികളിലേക്ക്, മാനവ മക്കളിലേക്ക് ഇറക്കി. വൽ ജിന്നി, ജിന്നുവർഗത്തിലേക്കും ഇറക്കി. ഇത് വേറെ ഒന്നല്ലട്ടോ. ഈ 100ന്റെ ഒരു ഭാഗം മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും വത്വൈരി പറവകളിലേക്കും വദ്ദവാബി കന്നാലികളിലേക്കും വൽ ഹവാമി പ്രാണികൾ ഇഴജന്തുക്കളിലേക്കും ഒക്കെ ഇറക്കി. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു ഫബിഹാ യതആതഫൂന വയതറാഹമൂൻ. ഈ ഒരു അംശം കൊണ്ടാണ്, 100ലെ ഒരു അംശം കൊണ്ടാണ് മനുഷ്യർ തമ്മിൽ കരുണ കാണിക്കുന്നത്. നമുക്ക് നമ്മളുടെ മക്കളോടുള്ള റഹ്മത്ത് അതിൻ്റെ ഭാഗമാണ്. ഒരു പാവപ്പെട്ടവനെ കാണുന്ന സമയത്ത് അതിദയനീയമായ കാഴ്ച നാം കാണുമ്പോൾ നമ്മുടെ മനസ്സലിഞ്ഞു പോകുന്നത് ആ 1% കണിക കൊണ്ടാണ്. മനുഷ്യർ മാത്രമല്ല, വത്വൈർ പക്ഷികൾ. ഒരു കോഴിക്കുഞ്ഞിനെ കോഴിത്തള്ള പരുന്തിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ചിറകിൽ ഒളിപ്പിച്ച് പൊതിഞ്ഞ് പോറ്റുന്നത് ആ റഹ്മത്തിന്റെ 1% വിഹിതത്തിൽ നിന്നാണ്, അംശത്തിൽ നിന്നാണ്. നബി തങ്ങൾ പറയുന്നത് ബുഖാരിന്റെ ഈ ഹദീസിൽ കാണാം. ഈ ഒരു റഹ്മത്തിന്റെ ഭാഗം കൊണ്ടാണ് യർഫഉൽ ഫർസു ഹാഫിറഹാ അൻ വലദിഹാ. അറബികൾ കാണുന്ന കാഴ്ചയാണ്. കുതിര അതിന്റെ കുളമ്പേൽക്കാതിരിക്കാൻ അതിന്റെ കുഞ്ഞിൽ നിന്ന് കാലുകൾ പൊക്കി പിടിച്ചു കൊടുക്കുന്നത് അറബികൾ കാണാറുണ്ട്. കുതിരക്കുഞ്ഞ് പാലുടിക്കാൻ വേണ്ടി തള്ളക്കുതിരയുടെ അകിടിലേക്ക് പോകുമ്പോ ഈ കുളമ്പ് തട്ടിയിട്ട് പരിക്ക് പറ്റാതെക്കാൻ വേണ്ടി ആ കാല് ഇങ്ങനെ അകത്തി പിടിക്കും. ഇത് ഈ 1% അംശത്തിൽ നിന്നാണ്. ജന്തുക്കൾ തമ്മിലുള്ള റഹ്മത്തുണ്ടല്ലോ, അത് ഒരു വർഗം തമ്മിലുള്ള റഹ്മത്ത് മാത്രല്ല. അനിമൽ പ്ലാനറ്റിലെ ഒരു ഭാഗം ഞാനിപ്പോ ഈ അടുത്ത് യൂട്യൂബിൽ കണ്ടു. ഒരു സിംഹം ഒരു കാട്ടുപോത്തിനെ വേട്ടയാടുകയാണ്. പോത്ത് ഭയങ്കര സാധനമാണ്, പക്ഷെ സിംഹം അതിന്റെ പുറത്ത് കയറിയിട്ട് അതിന്റെ ഹലക്കിന് തന്നെയാണ് കടിക്കും. കറക്റ്റ് പോയിന്റിൽ. ഇവിടെയൊക്കെ നമുക്ക് അള്ളാനെ പഠിക്കാണ്ട്. ആരാധവനെ പഠിപ്പിച്ചു കൊടുത്ത്? വേറെ എവിടെയും പോത്തിനെ പിടിച്ചാൽ കിട്ടൂല. കറക്റ്റായിട്ട് തിരിഞ്ഞു മറിഞ്ഞു വന്നിട്ട് ആ ഹൽക്കിന് ഒരൊറ്റ കടിയാ. 2 മിനിറ്റ് കടിച്ചു പിടിക്കുമ്പോഴത്തിന് കഴിയും. അപ്പൊ ഈ പോത്തിനെ വേട്ടയാടാൻ സിംഹം കേറി പിടിച്ചു. ഈ ദയനീയമായ രംഗം അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആഫ്രിക്കൻ വനത്തിലെ സംഭവമാണ്. ആന കണ്ടു. ആന വന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? ആ സിംഹത്തിന് ഒരൊറ്റടി അടിച്ചിട്ടാണ് ഓടിച്ചിട്ട്. അപ്പൊ നമ്മളെ പോത്ത് അവശനായിട്ടുണ്ട്, പോത്തിന് എണീക്കാൻ വയ്യ. സിംഹത്തിനെ ഓടിച്ചിട്ട് ഈ പോത്തിനെ തുമ്പിക്കൈ കൊണ്ടുണ്ട് എണീപ്പിക്കുന്നു. പയ്യെ എണീപ്പിച്ച് അതിനെ പറഞ്ഞു വിടുന്നുണ്ട് കാടിന്റെ ഉള്ളിലേക്ക്. ആരത് പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ 100 അനുഗ്രഹത്തിൽ നിന്നുള്ള അൻസല റഹ്മതൻ വാഹിദാ. 1% മൊത്തം ജന്തുജാലങ്ങൾക്ക് അള്ളാഹു ഡിവൈഡ് ചെയ്ത് വിഹിതിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഇന്നുള്ള ലോകർക്ക് മാത്രമല്ല, ആദം നബി തൊട്ട് ഇന്നോളുള്ളവർക്ക്, ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള സകല ജന്തുക്കൾക്കും അള്ളാഹു കൊടുത്തത് അവന്റെ റഹ്മത്തിന്റെ 1% ആകെ വിഹിതിച്ചത്. എന്നിട്ടോ പുണ്യ തങ്ങൾ പറയുന്നു വആഖറ 99 ഇനി 99% റഹ്മത്ത് അള്ളാഹുവിന്റെ പക്കലുണ്ട്. അതെപ്പോഴാണ് അവൻ ഉപയോഗപ്പെടുത്തുക? യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ.
അവന്റെ ഇഷ്ടജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി, കരുണ ചൊരിച്ചു കൊടുക്കാൻ വേണ്ടി 99 റഹ്മത്തും കരുണയും അള്ളാഹു പരലോകത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹിന്റെ റഹ്മത്തിന്റെ വ്യാപ്തി, അതിന്റെ തീവ്രത ഒന്ന് ആലോചിച്ച് നോക്കൂ. അർ-റഹ്മാനിർ റഹീം, റഹ്മാനായതുകൊണ്ട് എനിക്ക് ശ്വാസിക്കാൻ കഴിയുന്നുണ്ട്, റഹ്മാനായതുകൊണ്ട് എനിക്ക് അന്നം കിട്ടുന്നുണ്ട്, റഹ്മാനായതുകൊണ്ട് എനിക്ക് ആരോഗ്യമുണ്ട്, റഹ്മാനായതുകൊണ്ട് എനിക്ക് കച്ചവടമുണ്ട്, എനിക്ക് ഭാര്യ സന്താനങ്ങളുണ്ട്, എനിക്ക് കിടക്കാൻ കിടപ്പാടമുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലേ? അറിഞ്ഞിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അല്ലാഹു റഹീമാണ്. ഇതിന്റെ 99 ഇരട്ടി പവറുള്ള ഒരു റഹ്മത്താണ് റഹീമിയത്തിലുള്ളത്. ഒരു ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരലോകത്തെ അള്ളാന്റെ റഹ്മത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഒരു സന്ദർഭോചിതമായ ചാൻസ് കിട്ടിയപ്പോ അത് വെച്ച് തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഏതാണത്? ബുഖാരിയിൽ തന്നെ കാണാൻ സംഭവം. ഒരു രണാങ്കണം, യുദ്ധാനന്തരം ശാന്തമായ പടപ്പറമ്പ്, യുദ്ധമൊക്കെ കഴിഞ്ഞു, സൈലന്റായി. അപ്പോഴാണ് ഒരു നാഥനില്ലാത്ത കുട്ടി, ഒരു കുരുന്ന് കുഞ്ഞ് ഒരു മൂലയിൽ കിടന്ന് കരയുന്നത് പുണ്യ റസൂലും സ്വഹാബത്തും കണ്ടത്. കൊച്ചുകുട്ടി, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി, അതികഠിനമായ ചൂടേറ്റുകൊണ്ട്, അറേബ്യയുടെ മരുഭൂമിയിലെ ചൂടേറ്റുകൊണ്ട് ആ കുരുന്നു പൈതൽ വാവിട്ട് കരയുന്ന രംഗം പുണ്യനബി കണ്ടു. ഉടനെ പറഞ്ഞു, യാ ഉമർ ളുമ്മ സ്വബിയ ഇലൈക, ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ടുവരൂ ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു രണാങ്കണത്തിന്റെ ഒരു സൈഡിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നാഥനില്ലാത്ത ആ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോഴാണ് ഒരുത്തി ഓടിക്കിതച്ചു വരുന്നത്. അപ്പുറഭാഗത്ത് നിന്ന് ഒരു മധ്യവയസ്കയായ പെണ്ണ് ബേജാറോടുകൂടെ, ഹദീസിൽ കാണാം, വഹിയ കാശിഫത്തുൻ അൻ റഅസിഹാ, തലമുടിയൊക്കെ പറത്തിക്കൊണ്ട് എന്തോ ഒന്ന് പരതി നോക്കിക്കൊണ്ട് ആ പെണ്ണ് ഓടി വരികയാണ്. രണാങ്കണത്തിൽ ചേതനയറ്റ ശരീരങ്ങളുണ്ട്, അവയവങ്ങളുണ്ട്, അവിടെയും ഇവിടെയും രക്തം തളം കെട്ടി കിടപ്പുണ്ട്. അതിനിടയിലൂടെ ഈ പെണ്ണ് ഓടി ഓടി പരതിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്ത് വിചാരിച്ചോ യുദ്ധത്തിൽ വധിക്കപ്പെട്ട അവളുടെ ഉറ്റവരെ ഉടയവരെ പരതുകയായിരിക്കും അവളെന്ന്. അല്ല, വധിക്കപ്പെട്ടവരെയൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നില്ല. നോക്കുമ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത്, യുദ്ധം ശക്തി പ്രാപിച്ച സമയത്ത് കൈവിട്ടുപോയ, നഷ്ടപ്പെട്ടുപോയ കുഞ്ഞിനെ പരതി അവൾ തിരിച്ചു വന്നതാണ്. യുദ്ധം അങ്ങോട്ട് ശക്തിപ്പെട്ടപ്പോ കുഞ്ഞിനെ മറന്നു. സ്വന്തം തടി അത് നോക്കിയിട്ട് അവൾ ഓടിപ്പോയി ആ ഭീകരതയില്. പിന്നത് ശാന്തായപ്പോ കുഞ്ഞിന് ഓർമ്മ വന്നിട്ട് അവള് പരതുകയാണ്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കസ്റ്റഡിയിലുള്ള കുഞ്ഞിനെ കണ്ടപ്പോൾ ആ സ്ത്രീ ഓടി വന്നുകൊണ്ട് തന്റെ ഓമന പൈതലിനെ വാരിപ്പുണർന്നുകൊണ്ട് ചുടുചുംബനങ്ങൾ കൊടുത്തുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യാ, യാ ബുനയ്യാ, എന്റെ കുഞ്ഞിമോനെ എന്ന് പറഞ്ഞവൾ കരയാൻ തുടങ്ങി. ഈ രംഗം കണ്ട മഹാന്മാരായ സ്വഹാബത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ആ രംഗം കണ്ടിട്ട്, ഒരു കുട്ടി നഷ്ടപ്പെട്ടിട്ട് പിന്നെ തിരിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഓർക്കുമ്പോ ഇപ്പോഴും അള്ളാഹിനോട് എനിക്ക് ശുക്ർ ചെയ്താലും മതിയാകൂല. കഴിഞ്ഞ വർഷമാണ് സംഭവം. എൻ്റെ വീട് കടലുണ്ടി പുഴയുടെ ഓരത്താണ്. ജസ്റ്റ് ഒരു 150 മീറ്റർ നടന്നാൽ കടലുണ്ടി പുഴയിലെത്തും. എൻ്റെ ഗ്രാമം തന്നെ ഉപദ്വീപായിട്ടാണ് നിൽക്കുന്നത്. കടലുണ്ടി പുഴ ഉപദ്വീപാണ്. അവിടെ ചെറുപ്പത്തിൽ തന്നെ പുഴയെ ചാടിയിട്ട് നീന്തലൊക്കെ നന്നായിട്ട് അറിയും. പക്ഷെ ഇപ്പൊ ന്യൂ ജനറേഷന്, പുതിയ മക്കൾക്ക് ആരും പുഴയേക്ക് കുളിക്കാൻ പോകില്ല, ഒക്കെ അകത്തുന്ന കുളി. അപ്പൊ എൻ്റെ മക്കള് കഴിഞ്ഞ വെക്കേഷൻ കാലത്ത്, വെക്കേഷൻ എടുത്ത സമയമല്ലേ, അപ്പോൾ മൂത്ത മോൻ പറഞ്ഞു എനിക്കൊന്ന് നീന്താൻ പഠിക്കണം, ഇപ്പൊ കൊണ്ടുപോകുമെന്ന് വെച്ചിട്ട്. അപ്പോൾ
പണ്ടൊക്കെ എപ്പോഴും പുഴയിൽ പോയിരുന്നു. ഇപ്പം നമ്മളും പുഴയ്ക്ക് പോക്ക് കുറവാണ്. പുഴയുടെ ഗതിയും ഒഴുക്കും കുഴികളൊന്നും ഇപ്പം അത്ര പരിചയമില്ല. എന്താവട്ടെ, 2 ആൺകുട്ടികൾ, മൂത്ത മോന് 11 വയസ്സ്, ഇളയ ആൾക്ക് 2ാമത്തെ ആൾക്ക് 9 വയസ്സ് പ്രായം ഉണ്ടെന്ന്. അപ്പോൾ അരക്ക് വെള്ളം, അരഭാഗം വരെ വെള്ളമുള്ളൂ. ഈ വെള്ളത്തിലൂടെ ഈ 2 പിള്ളേരും പിടിച്ചിട്ട്, ഒരു കയ്യിൽ ഒരുത്തനുണ്ട്, ഒരു കയ്യിൽ മറ്റേ ആളുണ്ട്. അരക്ക് വെള്ളമേ ഇങ്ങനെ പോവാണ്. ഇതിൽ ഇവരെ നീന്താൻ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. അതിനിടയിൽ ഒരു വലിയ ഗർത്തത്തിലേക്ക് മണൽ തൊഴിലാളികൾ മണല് കുഴിച്ചെടുത്തിട്ട് ഒരു വലിയ ഗർത്തത്തിലേക്ക് അങ്ങോട്ട് വീണുപോയി. ചെറിയ കിണർ പിന്നെ താഴേക്ക് ഫുള്ള് ഒരു 2 ആളെ വെള്ളാണ്. 2 മക്കളും എന്നെ അണഞ്ഞു കൂട്ടിന് പിടിച്ചു വരിഞ്ഞു മുറുക്കി. എനിക്കൊന്നും ചെയ്യാം, ഞാനും താഴ്ന്നു പോകുന്നു, 2 മക്കളും താഴ്ന്നു പോകുന്നു. ഞാൻ 2 മക്കളെയും തെറിപ്പിച്ചു. ആ തള്ള കുഞ്ഞിനിട്ട് യുദ്ധമുഖത്ത് നിന്ന് ഓടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന സംഭവമാണത്. സ്വന്തം കുഞ്ഞിനെ യുദ്ധമുഖത്തിട്ട് ഇട്ടേച്ച് ഓടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന സംഭവം അത്. ഞാനും മുങ്ങാണ്, മക്കളും മുങ്ങാണ്. ഞാൻ തെറിപ്പിച്ചു 2 മക്കളെ. ഞാൻ പൊങ്ങിയപ്പോൾ മുതിർന്ന ആളുണ്ട്, പൊങ്ങി തല്ലിപ്പടിച്ചിട്ട് പൊങ്ങി നിൽക്കുന്ന അവനെ ഞാൻ വലിച്ചിട്ടിട്ടു. 2ാമത്തെ ആളെ കാണാനില്ല. പടച്ച റഹ്മാനെ, ആ ഒരു നിമിഷം ആലോചിച്ച് നോക്ക് നിങ്ങൾ. കാണാനില്ല. ഞാൻ മുങ്ങിക്കഴിഞ്ഞാൽ എന്താവും, അതും വയ്യല്ലോ. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഏതാണ്ടൊരു 20 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ സാധനം അങ്ങോട്ട് പൊങ്ങി വന്നു. ഒറ്റ പിടുത്തം. കുറെ വെള്ളം കുടിച്ചിരുന്നു മാത്രം അള്ളാഹ് കാത്തു. ആലോചിച്ച് നോക്കൂ ഈ അവസ്ഥ. പിന്നെ ഞാൻ ആ കരയിലേക്ക് കയറിയിട്ട് 2 പിള്ളേരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയായിരുന്നു. അപ്പത്തെ ഒരു വികാരം വേറെ ഇരിക്കുമല്ലോ. യുദ്ധമുഖത്ത് നഷ്ടപ്പെട്ട കുഞ്ഞിനെ കിട്ടിയ സമയത്ത് സന്തോഷാധിക്യത്താൽ ഈ തള്ള മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചുടുചുംബനങ്ങൾ നൽകിക്കൊണ്ട് യാ ബുനയ്യ എന്റെ കുഞ്ഞിമോനെ എന്ന് വിളിച്ച് കരയുകയാണ്. ഈ രംഗം കണ്ട സ്വഹാബികളുടെ കണ്ണ് നിറയുകയാണ്. ആ സാഹചര്യത്തിൽ ആ രംഗപ്പ് മനസ്സിലായില്ല. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിട്ടുന്നില്ല ഇതിന്റെ ചിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്തിനോട് അവരെ ശ്രദ്ധ ക്ഷണിച്ചിട്ട് പറഞ്ഞു, അത്തറൗന ഹാദിഹി ത്വാരിഹത്തുൻ വലദഹാ ഫിന്നാർ. എന്റെ സ്വഹാബത്തെ, ഈ രംഗം ഞാനും നിങ്ങളും കണ്ടല്ലോ, ലൈവായി കണ്ടല്ലോ. നിങ്ങളോട് ഞാനൊരു അഭിപ്രായം ചോദിക്കട്ടെ. അത്വാരിഹത്തുൻ വലദഹാ ഫിന്നാർ. ഈ പെണ്ണ് ഈ കുഞ്ഞിനെ നരകത്തിലെറിയുമോ കൂട്ടരെ? ഈ പെണ്ണ്, കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ പെണ്ണ് അഗ്നികുണ്ഡത്തിലേക്ക് ഈ കുഞ്ഞിനെ വലിച്ചെറിയുമോ? സ്വഹാബത്തെ, ഖുൽനാ ലാ യാ റസൂലല്ലാഹ്. ഇതെന്ത് ചോദ്യാണ് നബിയെ? ഇതെന്ത് ചോദ്യാ? ഇത് ചോദിക്കാൻ പറ്റിയ ചോദ്യാണോ? ആ തള്ള ആ കുഞ്ഞിനെ നരകക്കുണ്ടിലേക്ക് എറിയോ എന്നുള്ള ചോദ്യം എന്ത് ചോദ്യാ? ലാ യാ റസൂലല്ലാഹ് നടക്കൂല. എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുക, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ ശഫീഉനാ റസൂലുള്ളാഹി. പടച്ചോനെ, എന്നാൽ കേട്ടോളൂ, അല്ലാഹു അർഹമു ബിഇബാദിഹി, അവന്റെ അടിമകളോട് കരുണയുള്ളവനാണ്. മിൻ ഹാദിഹി ബിവലദിഹാ, ഈ തള്ളക്ക് ഇതിന്റെ കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാൾ വലിയ കരുണ അള്ളാഹുവിന് അവന്റെ അടിമകളോടുണ്ട്. മനസ്സിലാക്കിക്കോളൂ. ആ സാഹചര്യം വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ നിലക്ക് കണക്ക് കൂട്ടി എത്ര ആൾ നരകത്തിൽ പോവും? ഈ നിലക്ക് കണക്ക് കൂട്ടിയാല്, പരിഗണിച്ചാല്, നമ്മൾ വിലയിരുത്തിയാൽ എത്ര ആൾ നരകത്ത് പോവും? ഒറ്റെണ്ണം പോകൂല എന്നല്ലേ? അള്ളാഹു റഹ്മത്ത് അതിഗംഭീരാണ്, അവന്റെ ശിക്ഷയും ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അതും ഗംഭീരാണ്. രണ്ടുണ്ട്. മുസ്ലിമിന്റെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗ യഅലമുൽ മുഅ്മിനു
മാ ഇൻദല്ലാഹി മിനൽ അദാബ് മാ തമഅ ബിജന്നതിഹി അഹദ് വലൗ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മതി മാ ഖനത മിൻ ജന്നതിഹി അഹദ്. മുസ്ലിമിന്റെ ഹദീസാണ്. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ലൗ യഅലമുൽ മുഅ്മിനു, ഒരു സത്യവിശ്വാസി അറിഞ്ഞാല്, മനസ്സിലാക്കിയാല്, മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബത്തി, അല്ലാഹുവിന്റെ അടുക്കലുള്ള അടി, പ്രഹരം, ശിക്ഷ, അതൊരു മുഅ്മിൻ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞാല് മാ തമഅ ബിജന്നതിഹി അഹദുൻ, അവന്റെ സ്വർഗത്തിൽ ഒരൊറ്റ കുട്ടിക്ക് പ്രതീക്ഷ ഉണ്ടാവില്ല. അള്ളാന്റെ അടുക്കലുള്ള ശിക്ഷയെക്കുറിച്ച് ഒരു മുഅ്മിൻ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞാല് മുഅ്മിനീങ്ങളുടെ മെമ്പർമാരുടെ കൂട്ടത്തിൽ ഒരു മെമ്പർ പോലും അവന്റെ സ്വർഗം പ്രതീക്ഷിക്കൂല, എനിക്കത് കിട്ടൂല എന്നാ വിചാരിക്കുള്ളൂ. എന്നാൽ വലൗ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മതി മാ ഖനത മിൻ ജന്നതിഹി അഹദ്. സ്വഹീഹ് ഹദീസാണ്. കാഫിരീങ്ങളായ ആളുകൾ, നിഷേധികളായ തെമ്മാടിക്കൂട്ടങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള റഹ്മത്ത് പഠിച്ചാൽ, അവന്റെ അനുഗ്രഹങ്ങൾ പഠിക്കേണ്ട വിധം പഠിച്ചാൽ, ഗ്രഹിക്കേണ്ട വിധം ഗ്രഹിച്ചാൽ, മാ ഖനത മിൻ ജന്നതിഹി അഹദ്, അവന്റെ സ്വർഗത്തിൽ നിന്ന് നിരാശപ്പെടുന്ന ഒരൊറ്റ കള്ളക്കാഫിറും ഉണ്ടാവുകയില്ല. എല്ലാ കള്ളക്കാഫിരീങ്ങൾക്കും ഉണ്ടാകും സ്വർഗത്തിലേക്കൊരു നോട്ടവും പ്രതീക്ഷയും. ഇപ്പൊ എന്താ മൊത്തം മനസ്സിലായത്? നല്ല പേടിയും വേണം, നല്ല പ്രതീക്ഷയും വേണം. തന്നെ ഇതിന്റെ ഇടയിലായി ഈമാൻ ഉറക്കുക. യഥാർത്ഥ ഈമാൻ എവിടെയാണ് ബാലൻസ് ചെയ്ത് നിൽക്കുക? ബൈനൽ ഖൗഫി വറജായി. വെറും പേടിയാണെങ്കിൽ പോക്കാണ് അവന്റെ കാര്യം, അവൻ നരകത്തിലാ. അള്ളാഹ് കാക്കട്ടെ. അള്ളാനെ ചുമ്മാ പേടിക്കപ്പുറത്തൊരു പ്രതീക്ഷയില്ല, ഇവൻ കാഫിറാണ്. മറ്റാളോ വെറും പ്രതീക്ഷയുള്ളൂ. അള്ളയൊക്കെ നമ്മളെ നോക്കുന്നു, എന്തിനാ പേടിക്കണേന്ന്, അടിച്ചു പൊളിച്ചാണ് ജീവിക്കുക. അതൊക്കെ അള്ളാഹ് നമുക്ക് ഉണ്ടാക്കിയെന്നല്ലേ ഈ പുല്ലും വെള്ളമൊക്കെ. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കുക. ഈ പ്രതീക്ഷ ഇതും ഡേഞ്ചറാണ്, പറ്റൂല. ബൈനൽ ഖൗഫി വറജാഇ, അതിന്റെ ഇടയിലാണ് ഈമാൻ ക്ലിയർ ആകുക. മനസ്സിലായോ? പ്രതീക്ഷ അറ്റുപോവാന്ന് പറഞ്ഞാൽ കുഫറാണ്. അള്ളാഹ് ഖുർആനിൽ അങ്ങനെ പറഞ്ഞു. അള്ളാന്റെ റഹ്മത്ത് അർ-റഹ്മാനിർ റഹീം ഓതുന്ന മുസ്ലിമത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെട്ടാൽ അവന്റെ പേര് മുഹമ്മദ് ആകട്ടെ ഫാത്തിമയാകട്ടെ, ഖുർആനിന്റെ ഭാഷയിൽ അവർ കാഫിറാൻ. അല്ല എന്നെ ഒന്നും തിരിഞ്ഞു നോക്കൂല. അല്ല എന്റെ സൂക്ക് കിടന്നു, ഞാൻ എന്തോരം കരഞ്ഞു പറഞ്ഞു, തിരിഞ്ഞു നോക്കൂല, പരിഗണിക്കൂല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് നിരാശ പൂണ്ടിരിക്കൽ കുഫ്റാണ്, കാഫിറാകാൻ കാരണമാണ്. ലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുതേ, നിരാശ പൂണ്ടിരുന്നു പോകരുതേ. എന്തുകൊണ്ട്? ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് നിരാശ പൂണ്ടവർ കാഫിരീങ്ങൾ മാത്രാണ്. അതുകൊണ്ട് നാം ബിസ്മിയിലും ഫാത്തിഹയിലും അർ-റഹ്മാനിർ റഹീം എന്ന് ഓതുന്ന ഞാനും നിങ്ങളും അല്ലാഹ് റഹ്മാനാകയാൽ എൻ്റെ ദുന്യാവിൻ്റെ കേസ് അല്ലാഹു പരിഹരിക്കും. അല്ലാഹ് റഹീമായതിനാൽ പരലോകത്തെന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ പ്രതീക്ഷ വേണം. ഈ പ്രതീക്ഷയോട് കൂടി വേണം ഓതാൻ കേട്ടോ. ഇന്ന് തൊട്ട് അങ്ങനെ ആകണം കേട്ടോ. അല്ലാഹ് റഹ്മാനായത് കൊണ്ട് എൻ്റെ കടം വീട്ടിത്തരും. അല്ലാഹ് റഹ്മാനായത് കൊണ്ട് എനിക്ക് കിടക്കാൻ കിടപ്പാടം തരും. അല്ലാഹ് റഹ്മാനായത് കൊണ്ട് എൻ്റെ മകളുടെ കല്യാണം നടത്തിത്തരും. നാട്ടിലെ കോടീശ്വരനായ ഫിത്ന ഹാജിയുണ്ട്, അയാളെ പോക്കറ്റിൽ പൈസയുണ്ട്, അയാളെ അക്കൗണ്ടിൽ പൈസയുണ്ട്. ഒരു സലാം പറഞ്ഞങ്ങ് സുഖിപ്പിച്ച് നോക്കാം. ഇത് ശിർക്കാണ് മക്കളെ, ശിർക്കാണ്.
അള്ളാന്റെ റഹ്മാനിയത്ത് മനസ്സിലാക്കിയിട്ട് റഹ്മാനായ റബ്ബിന്റെ ഖജനാവിലുള്ളതാണ് ഫിത്ന ഹാജിയുടെ പോക്കറ്റിലുള്ളതും അയാളെ പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്നതും അള്ളാന്റെ ഖജനാവിന്റെ ഭാഗം തന്നെ. റഹ്മാനിയത്ത് മനസ്സിലാക്കുക. അല്ലാഹ് റഹീമായത് കൊണ്ട് അന്ത്യയാത്ര പോയി ഞാൻ ഖബറിൽ അണഞ്ഞാൽ മാനവ മക്കളുടെ മഹാസാഗരമായ മഹ്ശറയിൽ ഞാൻ ഒരു അംഗമായി വരുമ്പോൾ പരലോകത്ത് പുനരുദ്ധാന നാളിൽ അല്ലാഹു എന്നെ വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ അല്ലാഹ് റഹീമായത് കൊണ്ട് അവിടെയും എന്നെ അനുഗ്രഹിക്കുമെന്ന പ്രതീക്ഷ. ഈ രണ്ട് പ്രതീക്ഷയോടുകൂടെ വേണം അർ-റഹ്മാൻ റഹീം എന്ന് ഓതാൻ. എന്നാലേ ഓത്ത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഖുർആൻ ക്ലാസ് ഞായറാഴ്ച അങ്ങനെ വരും, മണ്ടമ്മ ചൊറിഞ്ഞിരിക്കും, കഴിഞ്ഞ ഒറ്റ പോക്കാണ് പോവും. അതുകൊണ്ട് കാര്യമില്ല. ഓതുമ്പോ ഈ രണ്ട് പ്രതീക്ഷ, ഈ പ്രതീക്ഷ ഉണ്ടോ ഉറപ്പാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ ഗുണം കിട്ടും. റഹ്മാൻ എന്ന് പ്രതീക്ഷയോടെ റഹ്മാൻ എന്ന് ഓതിയാല് ദുനിയാവിൽ ഇങ്ങനെ കാണാം അതിന്റെ സുഖം, അതിന്റെ ഇടപെടല്, റഹ്മാന്റെ ഇടപെടൽ ഇങ്ങനെ കാണാം. എന്നെ അവിടെ നിൽക്കാൻ പറ്റണം. റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പറ്റണം. എന്റെ അല്ലാഹ് റഹ്മാനാണ്, അവിടെ നിൽക്കാൻ പറ്റണം. അവിടെ നിന്നാല്, റഹ്മാനിൽ പ്രതീക്ഷയർപ്പിച്ച് നിന്നാല് നിരാശപ്പെടണ്ട. ലാ തൈഅസീ നഫ്ഹതൻ തഅതി ഫറുബ്ബതമാ തഅതീക ബഅദ ഇയാസിൻ റഹ്മത്തുല്ലാഹി ഇന്നശ്ശദാഇദ മഹ്മാ ലാഖതിൻ ഫറജത് ലാ തഖ്നതന്ന ഇദൻ മിൻ റഹ്മത്തില്ലാഹി. കാലക്കേടുകൾ, മുസീബത്തുകൾ, കൊടുമ്പിരി കൊണ്ട് ശദായിദുകൾ, കഠിനമായ വിപത്തുകൾ നിന്നെ പിടികൂടുമ്പോ ലാ തഖ്നതന്ന ഇദൻ മിൻ റഹ്മത്തില്ലാഹി, അപ്പോഴും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നീ നിരാശപ്പെടല്ല മോനെ മോളെ. കടം വന്ന് കുമിഞ്ഞുകൂടി കോടികളായി വിറ്റ് കളയാനാണെങ്കിൽ കിടപ്പാടമില്ല, ഒരു തുരുമ്പ് സ്വർണമില്ല, ഒരു സെന്റ് ഭൂമിയില്ല. കടമാണെങ്കിൽ കോടിയാണ് മുന്നില്. ലാ തഖ്നതന്ന ഇദൻ മിൻ റഹ്മത്തില്ലാഹി, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ തന്നെയും നിനക്ക് തൗബയുണ്ടെങ്കിൽ ഉപ്പ് തിന്നതിന് മാത്രം വെള്ളം കുടിപ്പിച്ചിട്ട് അല്ലാഹു രക്ഷപ്പെടുത്തും റഹ്മാനായത് കൊണ്ട്. ഇതിന്റെ അർത്ഥം ചെറുതായിട്ടല്ല. ഒരു റഹ്മാൻ തന്നെ ഒരു മാസം വഴുതറിയുണ്ട്. ഞാൻ ചുരുക്കുകയാണ്, ബുദ്ധിയുള്ള സമൂഹത്തിന് കുറച്ച് മതിയല്ലോ. ലാ തൈഅസീ നഫ്ഹതൻ, ഒറ്റയടിക്ക് നിരാശപ്പെടല്ലേ. ഒരു കൊല്ലാവുമ്പത്തിന് ഒരു കൊല്ലായല്ലോ, എന്താ അത് തീരാത്തത്, എന്താ കച്ചവടം ക്ലച്ച് പിടിക്കാത്തത്? ഒറ്റയടിക്ക് നിരാശപ്പെടല്ലേ. ലാ തൈഅസീ നഫ്ഹതൻ തഅതി ഫറുബ്ബതമാ. ഇതാര് പറഞ്ഞതാ? ഈ ബൈത്ത് ആരതാ അറിയോ? മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ വരിയത്. മുലഹിത്ത് ബിയാൻ എന്ന് പറയുന്ന കവിതാ കിതാബിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ലാ തൈഅസീ നഫ്ഹതൻ, ഒറ്റയടിക്ക് നിരാശപ്പെടല്ല മോനെ മോളെ. തഅതീക ബഅദ ഇയാസിൻ റഹ്മത്തുല്ലാഹി, നീ ഒരു പക്ഷേ നിരാശപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഉള്ളിൽ അള്ളാനെ വിളിച്ച് നിരാശ പൂണ്ട അവസ്ഥയിലെത്തിയാലും, എന്ന് വെച്ചാൽ അള്ളാഹ് എനിക്ക് തരൂല എന്നായിരിക്കും ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവുക. എനിക്കൊരു പരാതിയൊന്നുമില്ല എന്ന നിലക്ക് നിരാശപ്പെട്ടാൽ ആ നിരാശപ്പെടലിന് ശേഷം വരും റഹ്മത്തുള്ള, അള്ളാന്റെ റഹ്മത്ത് വരും. ഒറ്റ ചരിത്രം പറഞ്ഞ് നമുക്ക് നിർത്താം. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹ് റഹ്മാൻ ആയതുകൊണ്ട് റഹ്മാൻ എന്ന് ഉൾക്കൊണ്ട് ഓതിയവർക്ക് അള്ളാന്റെ റഹ്മത്ത് ദുനിയാവിലും, റഹീം എന്ന് ഉൾക്കൊണ്ട് ഓതിയവർക്ക് അവന്റെ റഹ്മത്ത് പരലോകത്തും കിട്ടും എന്നതിനുള്ള തെളിവ്, പ്രമാണങ്ങളിൽ നിന്നുള്ള തെളിവാണ് ഇനി നമ്മൾ പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഹദീസിൽ കാണാം, അത്തത്ത് ഇലാ മൂസ അലൈഹിസ്സലാം ഇംറഅത്തുൻ അഖീം, ഒരു വന്ധ്യയായ പെണ്ണ്, പിള്ളേരുണ്ടാകാത്ത പെണ്ണ് എന്നർത്ഥം. മൂസാ നബിയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ മൂസ അന്ത കലീമുള്ള, നിങ്ങൾ അള്ളാഹുവായിട്ട് സംസാരിക്കാനൊക്കെ അവസരം കിട്ടുന്ന നബിയല്ലേ, ഇക്കാലത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലല്ലേ, അതുകൊണ്ട്
ഞാൻ ആവശ്യപ്പെടുന്നു, ഉദ്ഉല്ലാഹ ലീ അൻ യർസുഖനി ബിദുർരിയ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 10 20 കൊല്ലായി, ഇനി ഒരു പച്ചമരുന്നും കഴിക്കാൻ ബാക്കിയില്ല. അതുകൊണ്ട് അള്ളാഹുവുമായിട്ട് ചാൻസ് കിട്ടുമ്പോ, റബ്ബുമായി സംസാരിക്കുമ്പോ ഈ പാവപ്പെട്ടവളുടെ കാര്യം ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടി പറയണം. ശരി, ഞാൻ ഏറ്റു പറഞ്ഞു. അള്ളാഹുവായിട്ട് മുനാജാത്തിന്റെ സമയം വന്നപ്പോ മൂസ അലൈഹിസ്സലാം അള്ളാഹിനോട് ദ്വാരുന്നോ, പാവം പെണ്ണ് എന്തോരം കാത്തു നിന്ന് ഇതുവരെ ഒരു കുഞ്ഞിനെ കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് ഒരു കുട്ടിയെ കൊടുക്കണേ പടച്ചോനെ. അപ്പൊ അള്ള കൊടുത്ത മറുപടി, യാ മൂസ ഇന്നി കതബ്തുഹാ അഖീം, എന്റെ ലൗഹുൽ മഹ്ഫൂദില് ലോകത്തെ സകല കാര്യങ്ങളും രേഖപ്പെടുത്തിയ കമ്പ്യൂട്ടർ ഡിസ്കില് കതബ്തുഹാ അവളെ കുറിച്ച് എഴുതി വെച്ചത് അഖീം, അവൾ വന്ധ്യയാണ് എന്നാണ്, പുള്ളരില്ല. ആയോ? ആ പാവം സ്ത്രീക്കൊരു സന്താനത്തെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞു, ഞാനത് അവളെ മക്കളില്ലാത്തവളാക്കിയിട്ടാ പടച്ചത്. അതെന്റെ അസലിയായ ഖളാ ആണ്, എന്റെ തീരുമാന. അതെങ്ങനെ മാറ്റാൻ ഒക്കും മൂസാ നബിയെ? നടപടിയില്ല, കിട്ടൂല. പിറകെ ആ സ്ത്രീ മൂസാ നബിയുടെ മുന്നിൽ വന്നപ്പോൾ പറഞ്ഞു, അള്ളാന്റെ വിധി മോളെ എങ്ങനെയാണ്? അള്ള പറഞ്ഞത് നിനക്ക് അവന്റെ കണക്കിൽ മക്കളില്ല, സന്താന ഭാഗ്യം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, എന്നാലും അള്ളാഹ് റഹീമല്ലേ, ഒന്ന് ദുആ ചെയ്ത് നോക്കി, നമുക്ക് അള്ളാന്റെ വാതിലല്ലാതെ എവിടെയും കൊട്ടാൻ പറ്റൂലല്ലോ, വേറെ ആരും തരൂലല്ലോ, നിങ്ങൾ ദുആ ചെയ്യ് എന്നും പറഞ്ഞ പെണ്ണ് പോയി. ഇവളുടെ പെണ്ണിന്റെ അഭ്യർത്ഥന മാനിച്ച് രണ്ടാമത് ദുആ ചെയ്ത് ഈ പെണ്ണിന് കൊടുക്കണേ. അപ്പൊ അള്ള ഓർമ്മപ്പെടുത്തി, ഞാൻ ഒരിക്കൽ പറഞ്ഞില്ല മൂസേ വിവരം, ഇന്നി കതബ്തുഹാ അഖീം, ഞാൻ കൊടുക്കൂലെന്ന്. പിന്നെ കൊടുക്കാത്തത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ജാതി വർത്താനം പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു അള്ളാഹു. മൂസാ നബി ആ കേസ് വിട്ടു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു വേള ഈ സ്ത്രീ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ഒരു കൈക്കുഞ്ഞിനെ ഒക്കത്ത് കെട്ടിയിട്ട് വരിക. മൂസാ നബി ചോദിച്ചു, ഈ കുഞ്ഞേതാന്ന് വെച്ചു. ഫഖാലത് ഇന്നഹു തിഫ്ലി റസഖനില്ലാഹു ബിഹി, ഇതിന് അല്ലാഹു എനിക്ക് സമ്മാനിച്ച, എനിക്ക് തന്ന എന്റെ കുഞ്ഞാണ്. നിന്റെ കുഞ്ഞോ? ആ ശരി, അൽഹംദുലില്ലാ, നീ പോയിക്കോർന്നു. കാരണം പുള്ളിക്കാരത്തിനോട് പരാതി അറിയാനൊന്നും ഇല്ലല്ലോ ഇവിടെ. പുള്ളിക്കാരത്തി പോയപ്പോ ഫനാജാ മൂസ റബ്ബഹു, അള്ളഹാനോട് ഇടപെട്ടു. അല്ലാതെ എന്ത് ഇടപാടായി ചെയ്തത്? എന്നെ വഷളാക്കാൻ വേണ്ടിയിട്ട്, ഞാൻ വലിയ നബിയും കാര്യപ്പെട്ട ആളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്നെ പറ്റിച്ച് കണ്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഏയ്, അള്ളായിട്ട് മുനാജാത്തിൽ ഇടപെട്ടിട്ട് ചോദിച്ചു, പടച്ചോനെ നീ എന്ത് ഇടപാടായി ചെയ്തത്? നീയല്ലേ ഇവളെ കുറിച്ച് അഖീം എന്ന് രേഖപ്പെടുത്തിയത്, വന്ധ്യയെന്ന് രേഖപ്പെടുത്തിയത്. എന്നിട്ടും ഞാൻ 2 തവണ അവളുടെ നിർദ്ദേശപ്രകാരം നിന്നോട് യാചിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കൊടുക്കില്ലെന്ന് പറഞ്ഞ നീ, ഞാനറിയാതെ ഒരു മകനെ കൊടുത്തത് എന്തടിസ്ഥാനത്തിലാ? അറിയാൻ വേണ്ടി ചോദിച്ചു അള്ളാഹിനോട്. അപ്പോ അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ മൂസ, താങ്കൾ പറഞ്ഞതൊക്കെ ശരി, എന്റെ വിധിയും ശരി. പക്ഷേ ഈ പെണ്ണ് വിധി കേട്ടിട്ടും വിളി നിർത്തിയില്ല. യാ റഹ്മാനു യാ റഹീം, യാ റഹ്മാനു യാ റഹീം, യാ റഹ്മാനു യാ റഹീം. ഇങ്ങനെ വിളിച്ച് വിളിച്ച് മാസങ്ങളും ഒരുപാട് കാലങ്ങൾ വിളിച്ചപ്പോൾ ഫസബഖത് റഹ്മതീ ഖുദ്റതീ, എന്റെ വിധിയെ എന്റെ കരുണ അതിജയിച്ചു, എന്റെ വിധിയെ എന്റെ കരുണ ഓവർടേക്ക് ചെയ്തു, എന്റെ വിധിയെ എന്റെ കരുണ തകിടം മറിച്ചു. അങ്ങനെ ഞാൻ അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു. നോക്കൂ നിങ്ങൾ, അതാണ് ലാ യറുദ്ദു ഖളാ ഇല്ല ദുആഉ എന്ന ഹദീസ് ഉണ്ട്. അള്ളാഹിന്റെ വിധിയെ ദുആ മാറ്റാൻ പറ്റുള്ളൂ. ഈ ദുആയിൽ യാ റഹ്മാനു യാ റഹീം, യാ റഹ്മാൻ യാ റഹീം, നീ പറഞ്ഞതാണ് നിന്റെ കണക്കിൽ എനിക്ക് പുള്ളല്ലാന്ന്, എന്നാലും നിനക്ക് നിന്റെ വിധി മാറ്റാലോ, ഞങ്ങൾക്കല്ലേ മാറ്റാൻ പറ്റാത്തുള്ളൂ. യാ റഹ്മാനു യാ റഹീം, അള്ളാഹു കുഞ്ഞിനെ കൊടുത്തു. ഇതാണ് റഹ്മാനിയത്ത്. ഇൻഷാ അല്ലാഹ് റഹീമിയത്തിന്റെ ഉദാഹരണം. അള്ള പരലോകത്ത് ചെയ്യും കരുണ എന്ന പ്രതീക്ഷ കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ നമുക്ക് ഹദീസിൽ നിന്ന് പഠിക്കാം. അല്ലാഹുവേ, നിന്റെ റഹ്മാൻ എന്ന ഗുണവും റഹീം എന്ന ഗുണവും ഞങ്ങളെയും നീ ആസ്വദിപ്പിക്കണമേ തമ്പുരാനെ, അനുഭവിപ്പിക്കണമേ തമ്പുരാനെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.